അപ്പൊ ചെങ്ങന്മാരെ മഴ മാറി ചെറിയൊരു വെയിലടിച്ചപ്പോൾ കുളത്ത് ചാടാനൊരു പൂതി. അപ്പൊ നമ്മൾ ആശാനായി റാശിനെ വിളിച്ചു. അടുത്ത ആഴ്ച ഖത്തറിൽ പോകണം. അങ്ങനെ ഓൻ്റെ ഒപ്പം കുളത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പം പറയണ ഈ പാട് നമുക്ക് ഈ ചുറ്റുപാടൊക്കെ പോയി കണ്ടല്ലോ, പഴയ നമ്മൾ വന്നിരുന്ന സ്ഥലമൊക്കെ ഒന്ന് പോയാലോ. എന്തെല്ലാം കാഴ്ചകളൊക്കെ നീണ്ടു കിടക്കുന്ന നെൽവയലുകൾ. മഴക്കാലമായതുകൊണ്ട് തന്നെ കൃഷിക്ക് അത് ബുദ്ധിമുട്ടാണ്. ഈ കാഴ്ചകൾ ഓൻ്റെ മനസ്സിന് നല്ല സമാധാനം നൽകും. ഓൻ അവിടുത്തെ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ മെയിൻ്റനൻസ് മാനേജറാണ്. ആ നാറാച്ചീത്ത അവസ്ഥകളും പറയലുണ്ട്. ഓൻ പറയലുണ്ട് അവിടുത്തെ കെമിക്കലിന്റെ സൗണ്ടും സ്മെല്ലും ഒക്കെ ഒരു കഥ തന്നെയാണ്. എവിടെ പോയാലും നമ്മളെ നാടും പച്ചപ്പും അത് വേറെ ഫീൽ തന്നെയാണ്. നാട്ടിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല, ഒന്ന് പുറത്ത് പോയാലേ മനസ്സിലാവും. കുളത്ത് ചാടാനാണല്ലോ വന്നത്. കുളത്ത് ചാടാൻ പോയേക്കാം നമുക്ക്. അമ്പലത്തിൽ നിന്നുള്ള സോങ്ങും കുളത്തിലെ കുളിയും എന്താ വൈബ് മക്കളെ. ഞങ്ങൾ വന്നപ്പോൾ കൂടുതൽ ആളൊന്നും ഉണ്ടായില്ല. അപ്പോൾ കുറേ ബിക്കുകളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാനൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് തുടങ്ങുന്ന അറിയിച്ചിന്. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മളടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ട്രെൻഡിങ് പ്രൊഡക്റ്റ് അതെന്താണ് ഏതാണെന്നൊക്കെ വഴി അറിയിക്കും. ചെറുപ്പത്തിലൊക്കെ ഈ കുളത്തിൽ കുളിച്ചിന് ഒരു കയ്യും കണക്കൊന്നുമില്ല. വെള്ളത്തിൽ പൂത്താങ്കോല് ഗെയിം അതൊക്കെ കളിച്ചിരുന്ന കാലം അതൊന്നും ഇനി തിരിച്ചു വരില്ല. ഒട്ടുമിക്ക ചെറിയ പിള്ളേർക്കൊക്കെ ഫോൺ കിട്ടിയാൽ മതി. എന്നാലും ഈ കുളത്തിലൊന്ന് ചാടുന്ന ഈ പിള്ളേരുണ്ടല്ലോ, അവരെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഈ ചാടുന്ന ആളാണ് ചാടൽ വിദഗ്ധൻ റാഷിദ് മരാത്തൊടി. ഒരു ദിവസം ഉറങ്ങാൻ കിടന്ന സമയത്ത് ആലോചിച്ചാണ്, പണ്ട് 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വെള്ളത്തിലൊന്ന് മുങ്ങിപ്പോയിരുന്നു. അന്ന് രക്ഷിച്ച ആളിപ്പോ എവിടെയാണ് എന്താണെന്നൊന്നും അറിയും. അയാൾ രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ജീവനോട് ഉണ്ടായിരിക്കുമോ? ആളെന്തായാലും ഞാൻ കണ്ടെത്തും. ആ സ്ഥലം എല്ലാം നമ്മൾ വേറെ വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഒന്നല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകണം, അല്ലെങ്കിൽ നീന്താൻ പോകണം, അല്ലെങ്കിൽ സമാധാനം കിട്ടൂല. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.